ഹായ് പറയുന്നുണ്ട്. ടോം പറയുന്നത് ടൈം ഔട്ട് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അമൽ പറയുന്നു ചായ കുടിച്ചില്ല, കുടിക്കണം എന്ന് പറയുന്നുണ്ട്. നിഷ ചേച്ചി ലൈവ് നിർത്തിയെന്ന് പോസ്റ്റ് ഇട്ടായിരുന്നു, എന്താണ് കാരണം എന്നറിയാൻ വയ്യാതെയോ? നിർത്തുമായിരിക്കും. കാരണം ഈ ഇതുപോലുള്ള ഓരോ നിങ്ങളുടെ കാര്യമല്ല, അത് കമൻ്റ് ഇട്ടവർക്കറിയാം. ഊളകളല്ലേ വന്ന് കമൻ്റ് ചെയ്ത്, പിന്നെ എങ്ങനെ നിർത്തി പോവാണ്ടിരിക്കും. ടോം പറഞ്ഞിട്ടുണ്ട് ടൈം ഔട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? വേറെ എവിടെ ഏത് ലൈവിൽ പോയാലും ഇത് തന്നെ അവസ്ഥ. നാണം കെട്ട് പിന്നെയും വന്നുകൊണ്ടിരിക്കും. കാരണം വന്ന സമയത്ത് നല്ല നീറ്റായിട്ടുള്ള കമൻസ് ആയിരുന്നു. കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു എല്ലിൻ്റെ ഇടയിൽ കുത്തലാണ്. അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എത്രയായാലും നമ്മൾ എന്താ പറയുക, ആ രക്തത്തിലുള്ളത് നമ്മൾ എവിടെയെങ്കിലും ഏത് സമയത്തേക്കും പുറത്തെടുത്തിരിക്കും. അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ മൈൻഡ് ചെയ്യാറേ ഇല്ല. നമ്മൾ പഠിച്ച സംസ്കാരമല്ലേ നമ്മൾ കാണിക്കുള്ളൂ. അത്ര കൂട്ടിയാൽ മതി ടോം. എന്തായാലും നമ്മൾ അമൽ ബ്രോ ടൈം ഔട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡിഡിയോ ഹായ് പറയുന്നുണ്ട്. ലൈവ് നിർത്താൻ 2 ദിവസം മുമ്പ് അവിടെ അടിയും പിടിയും ആയിരുന്നു. അതെയോ? ഷോ ഒരു കണക്കിൽ അത് നിർത്തിയിട്ട് സമാധാനം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ ഞാനും അങ്ങനെ നമ്മുടെ ഫാമിലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനും നിർത്തും. കാരണം നമുക്ക് അതാണ് വലുത്. ഇത് നമ്മളത് ജസ്റ്റ് ടൈം പാസ് അങ്ങനെ വരുന്നതാണ്. പിന്നെ ഏണിങ്സ് അത് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ വിചാരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള നല്ലവരായിട്ടുള്ള കുറച്ച് ആളുകളായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുമല്ലോ, അത് നല്ല രീതിയിൽ. ആകെ നമുക്ക് വരുന്നത് ഇത് തള്ള വൈബോ എന്ത് വേണമെങ്കിൽ എടുക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും മനസ്സിലുള്ളൊരു കാര്യം ആകെ ഒറ്റ ജീവിതമേ ഉള്ളൂ അല്ലേ. നമ്മളത് കുറേ തല്ല് കൂടിയിട്ടും ഒരാളെ ചീത്ത പറഞ്ഞിട്ടും ഒരാളെ എന്താ പറയുക അങ്ങനെ അത്രയും ലോ ലെവലിലുള്ള അങ്ങനെയൊക്കെ നമ്മൾ ബിഹേവ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇന്ന് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അതല്ല മറ്റുള്ളവരുടെ നമ്മളെ എന്നും ഇങ്ങനെ ചൂഷണം ചെയ്തിട്ട് എന്ത് കാര്യമുണ്ട്? നമ്മൾ ജീവിക്കുന്നതിൻ്റെ എന്തെങ്കിലും ഒരു അർത്ഥം വേണ്ട, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഉപകാരം വേണ്ട. ഒന്നുമില്ലെങ്കിൽ പറഞ്ഞൂടെ ആ കുട്ടി നല്ലതാ ഒരാളായിരുന്നു എന്ന് പറയും. അങ്ങനെ നല്ലത് എല്ലാവരെ കൊണ്ട് നല്ലത് പറയിക്കാൻ നോക്കുക കഴിയാവുന്നതും. എന്തിനാ മറ്റുള്ളവരെ വായിലിരിക്കുന്നത് കേൾക്കുന്നത്? ചേച്ചി നിഷ ചേച്ചിക്ക് ടൈം പാസ് അല്ലായിരുന്നു, ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു. ഇപ്പോൾ വീഡിയോ പോലും നിഷ ചേച്ചി ഇടുന്നില്ല.